with Anna and Kanji. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫ്രൂട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫ്രൂട്ടിന്റെ പേര് പാഷൻ ഫ്രൂട്ട്. പണ്ട് ഇതിനെ സബത്തുകായ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയത് ഒരു ഫ്രൂട്ടാണെന്നാണ് ഞങ്ങളുടെ അമ്മമാരൊക്കെ പറഞ്ഞത് കേട്ടിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഇത് ഹൈ വാല്യൂ ഫ്രൂട്ട്സിന്റെ ഗണത്തിലാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുണ്ടാകുന്ന കുറെ അസുഖങ്ങളെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഫ്രൂട്ടാണിത്. ഇതിൽ ധാരാളം നാരുകളുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കലോറിയും ഒരുപാട് കാൽഷ്യവും ഫോസ്ഫറസും അയണും ഉണ്ട്. ഇതിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് പാസിഫ്ലോറ എഡിലിസ് എന്നാണ്. ഇത് ഞങ്ങൾ പത്രത്തിൽ നിന്ന് എടുത്തതാണ്. സാധാരണ ഫ്രൂട്ട് ചെടികളെ പോലെ ഒരുപാട് ശ്രദ്ധിച്ച് നട്ട് നനച്ച് വളർത്തേണ്ട കാര്യമൊന്നുമില്ല. ഈ പാഷൻ ഫ്രൂട്ടിന് ഒരു തണ്ട് മുറിച്ച് വെച്ചാൽ തഴച്ച് വളർന്നോളും. സാധാരണ എല്ലാവരുടെ വീട്ടിലും കാണപ്പെടുന്നതാണ് ഈ ഫ്രൂട്ട്. ഇതൊക്കെ വളർന്നെടുക്കുന്നതാണ് നല്ല ഭംഗിയായിരിക്കും. പ്രതിരോധശേഷി കൂട്ടാൻ സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഈ പാഷൻ ഫ്രൂട്ട്. ഇതിന്റെ ഉള്ളിലത്തെ പഴുത്ത ഭാഗം എടുത്തിട്ട് തേനൊഴിച്ച് കഴിക്കുന്ന ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അയ്യോ, അതിനുവേണ്ടി പാഷൻ ഫ്രൂട്ട് പറിക്കണ്ടേ? വാ, നമുക്ക് പറിച്ചിട്ട് വരാം. അപ്പൊ നമുക്കൊരു പാഷൻ ഫ്രൂട്ട് തോട്ടത്തിലേക്ക് പോയാലോ? പോവാം. കാഞ്ചി, പാഷൻ ഫ്രൂട്ടിന്റെ പൂവുണ്ടോ? നല്ല ഭംഗിയുണ്ടല്ലോ. നമുക്ക് പറിക്കാനെത്തി കിട്ടി. ഹായ്, കൊള്ളാലോ. നിങ്ങള് പാഷൻ ഫ്രൂട്ട് ചെടിയൊക്കെ കണ്ടില്ലേ? അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ പാഷൻ ഫ്രൂട്ട് വെച്ചിട്ടാണ് നമ്മുടെ അറ്റാക്ക്. ഈ പാഷൻ ഫ്രൂട്ട് കൊണ്ട് നമ്മളൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാൻ പോവാം. കാരണം ഭയങ്കര ഹെൽത്തിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ മുമ്പ് പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ചമ്മന്തി ഉണ്ടാക്കുന്നത് കിടക്കാം. ഇതിന്റെ പ്രത്യേകിച്ച് ഒരു ഭാഗം കളയാനായിട്ടില്ല. ഇതിന്റെ തൊലിയോ അല്ലെങ്കിൽ ഒന്നും കളയാനായിട്ടില്ല. ഇനി ഇതിന്റെ മുകളിലൊരു പൊടി പൊടി പോലത്തെ ഒരു സാധനമുണ്ട്, കണ്ടോ? അത് ഞങ്ങളുടെ കളയാനുള്ള തൃപ്തിക്ക് വേണ്ടി. അപ്പൊ അതേ നമ്മളിപ്പോ കണ്ടില്ലേ, ഇതിന്റെ ഒരു ചുവപ്പാക്കി മുറിച്ചിട്ടുണ്ട്. നമ്മളതിന്റെ ഒന്നും കളഞ്ഞിട്ടില്ല, തൊലിയോ അതിൻ്റെ ഉള്ളിലത്തെ പഴുപ്പോ ഒന്നും നമ്മൾ കളഞ്ഞിട്ടില്ല. നമുക്ക് എല്ലാം ആവശ്യമുണ്ട് ചമ്മന്തിക്ക്. അപ്പൊ അതിങ്ങനെ മുറിച്ചെടുത്തിട്ട് നമുക്ക് ചെയ്യാൻ തുടങ്ങാം. സാധാരണ നമ്മൾ ചമ്മന്തിക്ക് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നല്ലതാണുള്ളത്. നമുക്ക് മിക്സിയിലേക്ക് ഓരോന്നോരോന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് പാഷൻ ഫ്രൂട്ട് ചേർത്ത് കൊടുത്തു. ഇനി തേങ്ങ ചിരവിയത്, ഇനി പച്ചമുളക് രണ്ടെണ്ണം ചേർക്കണം. ചേച്ചി വേണ്ട, ഒരെണ്ണം മതി. കറിവേപ്പില, ചെറിയുള്ളി മൊത്തം ചേർക്കണം. പിന്നെ ഇഞ്ചി, കുറച്ച് മതി. അല്ല, അത്രയും വേണം തോന്നുന്നു. പിന്നെ നമുക്ക് നോക്കിയിട്ട് ഇട്ടാ മതി കാഞ്ചി. നമുക്ക് ഒരു പച്ചമുളക് കൂടി ഇടാന്ന് തോന്നുന്നു. എരിവ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി ഇടാം, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുന്നത്. അപ്പൊ നമുക്ക് ഒരെണ്ണം കൂടി ഇടാം. ഓക്കെ, നമുക്കിത് അരച്ചെടുക്കാം. അപ്പൊ നമ്മുടെ പാഷൻ ഫ്രൂട്ട് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പാഷൻ ഫ്രൂട്ടിൽ തന്നെ അതിനുള്ള വെള്ളമുണ്ട്. അപ്പൊ നമുക്ക് ടേസ്റ്റ് നോക്കാം. സൂപ്പർ. ടേസ്റ്റ് നോക്കിയേ. പൊളിച്ചു. ഒരു ചമ്മന്തിക്ക് വേണ്ട കറക്റ്റ് പുളി പാഷൻ ഫ്രൂട്ട് നമുക്ക് കിട്ടി. എന്റെ അമ്മോ, എന്റെ ടേസ്റ്റ് ആണെന്നറിയോ? ഇഞ്ചിയുടെ കറിവേപ്പിലൊക്കെ നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. അസലായിട്ട് വേറെ നിറച്ച് കഞ്ഞി പിടിക്കാനുള്ള വകയായി. സത്യം ചേച്ചി, കിടിലൻ ചമ്മന്തി. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം. ഞങ്ങളുടെ തുടർന്നുള്ള വീഡിയോ കാണണമെങ്കിൽ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പൊ അടുത്തൊരു കുട്ടി പാചകമായി വരുന്നിടം വരേക്കും ബൈ.